ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ടി പോകുന്നത് നല്ല ഇൻട്രസ്റ്റിങ്ങും അതോടൊപ്പം തന്നെ ഭയങ്കര ഇമ്പോർട്ടൻറ്റുമായിട്ട് എക്സാമിന് എപ്പോഴും ചോദിക്കുകയും നമുക്ക് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം യൂഷ്വലി എല്ലാവരും അത് ബൈ ഹാർട്ടൊക്കെ പഠിച്ചിട്ട് പോകും. അതിന് പകരം അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈവൻ എക്സാമിന് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയോ അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയോ മാത്രം ചെയ്താൽ മതി, നമുക്ക് ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാണ്ടി പറ്റും. യെസ്, ദ കണ്ടൻറ്റ്, അതായത് നമ്മുടെ മൈറ്റോസിസ് നടക്കുന്ന സമയത്ത് ക്രോമസോമിൻ്റെ നമ്പർ എത്രയാണ്, ഡി എൻ എൻ്റെ നമ്പർ എത്രയാണ്. സോ മൈറ്റോസിസിൻ്റെ ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് ആ നമ്പർ ചേഞ്ച് ആവുന്നത്, ഓക്കെ, എങ്ങനെയാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നത്, ഏതൊക്കെ സ്റ്റേജിലാണ് സെയിം ക്രോമസോം നമ്പറും സെയിം ഡി എൻ എ നമ്പറും വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയുന്നതിന് മുൻപ് വി ഹാവ് ടു ബി നോ ദീസ് ഓൾ തിങ്. ബേസിക് ആയിട്ടൊരു ക്രോമസോം നമ്പർ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനുള്ളൊരു ഐഡിയ, അതിൽ എത്ര സെൻട്രോമിയർ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഐ ഹോപ്പ് യു പീപ്പിൾ നോ ദാറ്റ്, റൈറ്റ്? ഇപ്പം നമ്മൾ ഇതുപോലെയാണ് ഒരു ക്രോമസോം വരക്കുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുക, സെൻട്രോമിയർ എന്ന് പറയുന്നത്, അല്ലേ? ഈ സെൻട്രോമിയർ ഈ പറയുന്ന ക്രോമസോമിൽ എത്രയുണ്ട്? ഓൺലി സിംഗിൾ സെൻട്രോമിയർ ആണുള്ളത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രോമസോം നമ്പർ എത്രയാണെന്ന് വെച്ചാൽ ഒന്നാണ്. നമുക്ക് നല്ല ഈസി ആയിട്ട് പറയാണ്ടി പറ്റും. ഇനി നമുക്ക് രണ്ടാമത് വരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എൻ്റെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സെയിം പിക്ചർ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാണ്ടി പറ്റുന്നൊരു കാര്യമാണ് ഡി എൻ എൻ്റെ നമ്പർ. സപ്പോസ് ഈ ഡി എൻ എൻ്റെ നമ്പർ എത്രയാണെങ്കിലും അത് കണ്ടുപിടിക്കാനുള്ള ഈസി മാർക്കാണെന്ത്, അതിൽ എത്രമാത്രം ക്രൊമാറ്റിഡ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് ഒരു ക്രൊമാറ്റിഡ്. ഇങ്ങനെയാകുമ്പോഴോ ഇത് രണ്ട് ക്രൊമാറ്റിഡ് ആയിട്ട് മാറി. അപ്പം ഒരു ക്രൊമാറ്റിഡ് ആണ് എങ്കിൽ അവിടെ ഡി എൻ എൻ്റെ നമ്പർ ഒന്നായിട്ട് കരുതാൻ വേണ്ടി പറ്റും. അതല്ല രണ്ട് ക്രൊമാറ്റിഡ് ആണെങ്കിലോ അതിൽ രണ്ട് ഡി എൻ എ കണ്ടൻറ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇവിടെ ഒരു ക്രോമസോമേ ഉള്ളൂ, അല്ലേ? ക്രോമസോമിൻ്റെ നമ്പർ ഒന്നാണ്, ക്രോമസോമിൻ്റെ നമ്പർ ഒന്നാണ് അല്ലെങ്കിൽ എൻ ആണ്, ഡി എൻ എയുടെ നമ്പറും എത്രയാണ്, എൻ ആണെന്ന് മനസ്സിലാവും. പക്ഷെ ഞാനൊന്ന് ഈ പിക്ചർ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ വരച്ച് കഴിഞ്ഞാലോ ഇതിൻ്റെ എത്രയാണ് വരിക? നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം, ഇവിടെ ഒറ്റ സെൻട്രോമിയറേ ഉള്ളൂ. അപ്പോൾ ക്രോമസോം നമ്പർ എൻ ആണ്, പക്ഷെ ഡി എൻ എയുടെ നമ്പർ രണ്ടായിട്ട് മാറി, അല്ലേ? ഇത് നോക്കൂ, ഇത് ഒരു ക്രൊമാറ്റിഡ് ആണ്, ഇത് ഒരു ക്രൊമാറ്റിഡ് ആണ്. ഐ ഓൾറെഡി ടോൾഡ് യു എത്രയാണോ ക്രൊമാറ്റിഡ് അതായിരിക്കും അതിൻ്റെ ഡി എൻ എയുടെ നമ്പർ. സോ ഇറ്റ് ഈസ് 2n എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ യൂഷ്വലി ക്രോമസോം നമ്പറും ഡി എൻ എ നമ്പറും കണ്ടുപിടിക്കുക. ഇനി ബൈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈറ്റോസിസിലുള്ള ഓരോ സ്റ്റേജസിലും എങ്ങനെയാണ് ഈ നമ്പർ വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു 3 സെല്ലിൻ്റെ സ്റ്റേജസ് വരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഡി എൻ എൻ്റെയും ക്രോമസോമിൻ്റെയും നമ്പർ നമുക്ക് വരച്ചുകൊണ്ട് ഒരുമിച്ചിട്ട് പഠിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ബെറ്റർ ഐ ഗെസ്. സോ നമുക്ക് പോയാലോ. ആദ്യം സെൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ, മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം ഇൻ്റർമീഡിയറ്റ് ഫേസസ് ആണ് വരിക. ഇൻ്റർമീഡിയറ്റ് ഫേസസ് 3 അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, G1, S ആൻഡ് G2. ഇതിൽ G1 ഫേസിൽ ഞാനിപ്പോൾ മൈറ്റോസിസ് വരക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരൊറ്റ ക്രൊമാറ്റിഡ് ഉള്ള ഒരു സ്ട്രക്ചറാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു സെൻട്രോമിയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്രോമസോം നമ്പർ എത്രയായിരിക്കും പറഞ്ഞോളൂ? യെസ്, ഒന്നാണ്. അതിന് പകരം ഞാൻ എൻ എന്ന് ഇട്ടു. എത്ര ക്രൊമാറ്റിഡ് ഉണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും, ഒരൊറ്റ ക്രൊമാറ്റിഡ് മാത്രമേ ഉള്ളൂ, അല്ലേ? സോ നമുക്ക് അതിനെന്ത് പറയാം? യെസ്, സോ ദ ഡി എൻ എ നമ്പറും എൻ ആണ്. വലിയ സീനില്ല, ക്രോമസോം നമ്പറും ഡി എൻ എ നമ്പറും സെയിം ആണ് കാണുന്നത്. ഇനി എസ് ഫേസിൽ എന്താ നടക്കുന്നതെന്ന് അറിയോ? അടുത്ത ഫേസിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ഫേസിലേക്ക് പോകുമ്പം ഈ പറയുന്ന എസ് ഫേസിൽ നടക്കുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? സിന്തസൈസ് ആണ്. എന്താ സിന്തസൈസ് ചെയ്യുന്നത്? ഡി എൻ എ സിന്തസൈസ് ചെയ്യാണ്, അല്ലേ? അപ്പോൾ ഡി എൻ എ സിന്തസൈസ് എന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്രോമസോമിനൊരു ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഇതാ ഈ പറയുന്ന രൂപത്തിലായിട്ട് മാറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, ഇതിൽ ക്രോമസോം നമ്പർ എത്രയാണ്? സെൻട്രോമിയറിൻ്റെ എണ്ണം മാത്രം നോക്കിയാൽ മതി ക്രോമസോം നമ്പർ എന്ന് കണ്ടുപിടിക്കാൻ, അല്ലേ? ഇവിടെ ഒരൊറ്റ നമുക്ക് കാണാൻ വേണ്ടി ക്ലിയർ ആയിട്ട് പറ്റും, ഒരൊറ്റ സെൻട്രോമിയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഡൗട്ടും ഇല്ല, ക്രോമസോം നമ്പർ n തന്നെ, അവിടെ ഒരു ചേഞ്ചും ഇല്ല. പക്ഷേ സെൻട്രോമിയർ നോക്കണേ, ഇതൊന്ന്. ഓക്കെ, അതൊന്നാണല്ലോ, അതിന് തൊട്ടടുത്ത് 2. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഡി എൻ എ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഡി എൻ എയുടെ നമ്പർ ഡബിളായിട്ടുണ്ട്. ഈ പറഞ്ഞത് വരെ ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറയാം. G1 ഫേസിൽ ഒരു സെൻട്രോമിയർ, ഓക്കെ, ഒരു സെൻട്രോമിയർ ആണുള്ളത്. അതുകൊണ്ട് തന്നെ ക്രോമസോം നമ്പർ n തന്നെ, മാറ്റമില്ല.
ഓക്കെ, DNA നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എത്ര ക്രൊമാറ്റിഡ് ഉണ്ടെന്ന് നോക്കുക. ഇതാണ് ഒരു ക്രൊമാറ്റിഡ്. അപ്പോൾ എത്രയാണ് വരിക? സെയിം നമ്പർ N തന്നെയാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ എസ് ഫേസിലേക്ക് പോയി. എസ് ഫേസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, DNA എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ സിന്തസൈസ് നടക്കുന്ന ഫേസാണ് എസ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ DNA സിന്തസൈസ് ചെയ്തു, DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, DNA പുതിയ ആൾക്കാർ ഇവിടെ വന്നു. അതുകൊണ്ട് തന്നെ അവർ ആദ്യം ഇങ്ങനെയായിരുന്നു, പക്ഷെ ഇവിടെ എക്സ്ട്രാ ഒന്നും കൂടി വന്നതുകൊണ്ട് അത് ഇവർ ഈ രൂപത്തിലായി. ഇവിടെ സെൻട്രോമിയർ പക്ഷേ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ക്രോമസോം നമ്പറിന് മാറ്റമൊന്നുമില്ല. ക്രോമസോം നമ്പർ ഒന്നേ ഉള്ളൂ, സെൻട്രോമിയർ ഒന്നേ ഉള്ളൂ. പക്ഷേ സിന്തസൈസ് ആയതുകൊണ്ട് തന്നെ ഇവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തപ്പം ഇവരുടെ ക്രൊമാറ്റിഡിൻ്റെ എണ്ണം എക്സ്ട്രാ ഒന്നും കൂടി വന്നിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ടേൺ ടു 2N. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി G2 ഫേസിലോ ഒരു മാറ്റവും ഇല്ല, അവരതുപോലെ ഉണ്ടാവും. G2 സ്പേസിൽ മറ്റു കുറേ കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സമയത്ത് പഠിക്കും. ഞാനിപ്പം ഫോക്കസ് ചെയ്യുന്നത് ക്രോമസോം നമ്പറും DNA നമ്പറും മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും വലിയ മാറ്റമൊന്നുമില്ല. ക്രോമസോം നമ്പറും DNA നമ്പറും ഇതുപോലെ തന്നെ എന്താണോ എസ് ഫേസിൽ അതേ സംഭവം തന്നെയാണ് എവിടത്തേക്കും വരിക? G2 ഫേസിലേക്കും വരിക. അപ്പോൾ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ്, വേറൊന്നുമല്ല. ഇവിടെയാണ് നമുക്ക് പ്രോബ്ലം വന്നത് അല്ലേ? യെസ്, ഇവിടെയാണ് നമുക്കൊരു ചെറിയ പ്രോബ്ലം വന്നത്. കാരണം ക്രോമസോം നമ്പറും DNA നമ്പറും മാറ്റം വന്നിട്ടുള്ളത് എസ് ഫേസ് തൊട്ടിട്ടാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിത് എവിടം വരെ തുടർന്ന് പോകുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൈറ്റോസിസിലേക്ക്, റിയൽ മൈറ്റോസിസിലേക്ക് കിടക്കുകയാണ്. മൈറ്റോസിസിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ഏതാ? പ്രോഫേസ് ആണ്. അപ്പം ഇവിടെ നമ്മൾ എവിടെയാണ് നിർത്തിയത് ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു നമ്മൾ നിർത്തിയത്? ഇതുപോലെ കിടക്കുകയായിരുന്നു അല്ലേ? പ്രോഫേസിൻ്റെ സമയത്താണ് നമ്മൾ റിയലായിട്ട് ഈ ഒരു രൂപത്തിൽ ഒക്കെ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ക്രോമസോം നമ്പർ N ആണ്, DNA നമ്പർ 2N ആണ്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ നേരെ ഹാഫായിട്ടാണ് ഉള്ളത് അല്ലേ? നേരെ ഹാഫായിട്ടാണ് ഉള്ളത്. മെറ്റാഫേസിൽ എന്താ നടക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു മെറ്റാഫേസിൽ നടക്കുക? ഇവർ മെറ്റാപ്ലേറ്റിൽ വന്നിട്ട് ഇതുപോലെ നിൽക്കും അല്ലേ? മെറ്റാപ്ലേറ്റിൽ ഇങ്ങനെ ഇതുപോലെ വന്നിട്ട് നിൽക്കും. ഇപ്പോഴും ഒന്നിനും മാറ്റം സംഭവിച്ചിട്ടില്ല. ക്രോമസോം നമ്പർ N തന്നെ, DNA നമ്പറും 2N തന്നെ അല്ലേ? വേറെ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെയും ഇവർ ഹാഫായിട്ടാണ് ഉള്ളത്. ഇനി എനാഫേസിലേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ കൈനറ്റോകോറൊക്കെ വന്നിട്ട് സെൻട്രോമിയറൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, സെൻട്രിയോൾസൊക്കെ ഉണ്ട് ഇവിടെ. അവരെന്ത് ചെയ്യും? ഈ മിഡിലുള്ള ഈ ഒരാളെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകും അല്ലേ? ഗിടുഗിടുഗിടുന്ന് ബാക്കിയിട്ട് രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, 2 സെൻട്രോമിയർ വന്നു അല്ലേ? 2 സെൻട്രോമിയർ വന്നു. അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ക്രോമസോമിൻ്റെ നമ്പർ 2N ആയിട്ട് മാറുന്നത്. ഇവിടെ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തോ? സെൻട്രോമിയർ മീൻസ് ക്രൊമാറ്റിഡിൻ്റെ എണ്ണം 2 തന്നെയാണ് ഇത്ര നേരം ഉള്ളതുപോലെ. അപ്പോൾ ഇവിടെ തൊട്ടിട്ട് രണ്ടുപേരും വീണ്ടും സെയിം നമ്പറിലേക്ക് പോവാണ്. എത്രയാണോ ക്രോമസോം ഉള്ളത് അല്ലെങ്കിൽ എത്രയാണോ DNA ഉള്ളത് അതേ നമ്പറായിരിക്കും ക്രോമസോമും ഉണ്ടാവുക. ഇനി ടീലോഫേസിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഒരു സെല്ല് വരച്ചത്. ആക്ച്വലി ഇവർ 2 ആയിട്ട് മാറി അല്ലേ? 2 ആയിട്ട് മാറി ഇവരുടെ ഓരോന്നിൻ്റെ ഉള്ളിലും ഇതുപോലെയായിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ ഒരു സെല്ലിൻ്റെ കേസാണ് ഞാനിവിടെ വരക്കുന്നത്. ഒരു സെല്ലിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഒരു സെല്ലിൻ്റെ കാര്യം മാത്രമാണ് ഞാനിവിടെ നമ്പറായിട്ട് പറയുന്നത്. മറ്റേ സെല്ല് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ഒരു സെല്ല് ഇപ്പോൾ 2 ആയിട്ട് മാറി. അപ്പം ഇതിന് എത്ര നമ്പർ വരിക? പറഞ്ഞോളൂ, എത്രയായിരിക്കും വരിക? ഇപ്പോൾ എത്ര സെൻട്രോമിയർ ഉണ്ട്? ഒരു സെൻട്രോമിയറേ ഉള്ളൂ. അപ്പോൾ N അല്ലേ? ആണ്. ഈ ഒരു സെല്ലിൽ എത്ര DNA ഉണ്ട്? N ആണല്ലേ? യെസ്. സോ ഇത്രയാണ് എന്ത് ആക്ച്വലി നമ്മൾ മൈറ്റോസിസിൽ സംഭവിക്കുന്നത്. ഇപ്പം എവിടെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, എവിടെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, എവിടെയാണ് ഒരുപോലെ നിന്നത്, എവിടെ ഇത് ഹാഫായി എന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടിയോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒന്നുകൂടി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് സമ്മറി പറയാം. മൈറ്റോസിസ് ആണ് നമ്മൾ ചെയ്തത്. ക്രോമസോം നമ്പർ കണ്ടുപിടിക്കാൻ സെൻട്രോമിയറിൻ്റെ എണ്ണം മാത്രം അറിഞ്ഞാൽ മതി. DNA നമ്പർ അറിയാൻ എത്രയാണ് ക്രൊമാറ്റിഡ് ഉള്ളത് അത്രയും ക്രൊമാറ്റിഡ് നമ്പർ എത്രയാണോ അതിന് കണക്കായിട്ടായിരിക്കും DNA ഉണ്ടാവുക. മൈറ്റോസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് G1 ഫേസിൽ നിന്നാണ്. ഇൻ്റർമീഡിയറ്റ് ഫേസ് ആയിട്ടുള്ള G1 ഫേസ്, G2. ഇതിൽ G1 ഫേസിൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്നത് ക്രോമസോം നമ്പർ N-ഉം DNA നമ്പർ N-ഉം ആണെങ്കിൽ അത് സിന്തസൈസ് ഫേസിൽ എത്തുന്ന സമയത്ത് DNAയുടെ നമ്പർ ഡബിൾ ആകും. ബിക്കോസ് ഇറ്റ് ഈസ് എ സിന്തസിസ് ഫേസ്. DNA ഡ്യൂപ്ലിക്കേഷൻ നടത്തുന്ന ഫേസാണിത്. പിന്നെ ഇതുപോലെ ഇവരിങ്ങനെ മുന്നോട്ടേക്ക് പോകും. എവിടം വരെ? മെറ്റാഫേസ് വരെ
ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ DNA നമ്പർ എത്രയാണോ അതിൻ്റെ നേരെ പകുതിയായിരിക്കും ക്രോമസോം നമ്പർ ഉണ്ടാവുക. അതല്ല എങ്കിൽ എത്രയാണ് ക്രോമസോം നമ്പർ അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും DNA നമ്പർ ഉണ്ടാവുക. അനാഫേസിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയാണോ DNA നമ്പർ ആ സെയിം നമ്പർ തന്നെ ക്രോമസോമൽ നമ്പറും ആകും. മീൻസ് അവർ രണ്ടാളും സെയിം ആവും. ടീലോഫേസിലാവുമ്പം അത് രണ്ടായിട്ട് വിഭജിക്കുകയല്ലേ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. സോ സെയിം നമ്പർ ഓഫ് ക്രോമസോം ആയിരിക്കും, DNA നമ്പറും ക്രോമസോം നമ്പറും സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി എന്ന് പറയുന്ന പോലെ എത്രയാണോ G1 ഫേസ് ആദ്യം ഉണ്ടായത് അതേ നമ്പറിലേക്ക് എത്തി, ഡിവിഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. ദിസ് ഈസ് ഓൾ റിഗാർഡിങ് ദ DNA ആൻഡ് ക്രോമസോം content or number in mitosis. Thank you.